ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അതിന് ആദ്യമായി ഈശ്വര പ്രാർത്ഥന, എല്ലാവരും കൂടെ ഒരു ഈശ്വര പ്രാർത്ഥന നല്ല ദിനം വന്നു സൃഷ്ടികളാൽ ഞങ്ങളൊന്നാണ്, സൃഷ്ടികളാൽ ഞങ്ങളൊന്നാണ്. തങ്ങളിൽ സ്നേഹം വളർന്നൊരു സ്വർഗരാജ്യം മഞ്ഞിൽ വരുവാൻ സഹജന്റെ കണ്ണോനെ തുള്ളി കൂടെയ്ക്കുവാൻ സന്തോഷപൂർവമിറങ്ങാൻ സേവന സ്നേഹവാരങ്ങൾ ഞങ്ങൾക്കു നൽകണമങ്ങ്. സേവന സ്നേഹവാരങ്ങൾ ഞങ്ങൾക്കു നൽകണമങ്ങ്. ബിജു മർച്ചൻ്റ് അസോസിയേഷൻ മറ്റ് ഭാരവാഹികളെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഉൾപ്പെടെയുള്ളവർ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരള സംസ്ഥാനമൊട്ടാകെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മളിവിടെ മുത്തം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ശുചീകരിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന് എല്ലാവരെയും എത്തിച്ചേർക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ രോഗങ്ങൾ നമ്മളെ വളർത്തുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രീതിയാണ് നമ്മളിന്ന് ഇങ്ങനെയൊരു യജ്ഞം, ഒരു മഹായജ്ഞം മുട്ടം പഞ്ചായത്തെ ശുചീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളിവിടെ ഒത്തുചേർന്നിരുന്നു. ഈ അവസരത്തിൽ എന്നെ നിശബ്ദമായിരിക്കുന്ന കടമ എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരു ആൾക്കൂട്ടമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇതുപോലെ സാഹചര്യങ്ങൾ, കാലാവസ്ഥകൾ എല്ലാം തരണം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നെ നിശബ്ദമായിരിക്കുന്ന കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ ജൂൺ 4 വരെ നിലനിൽക്കുന്നുണ്ട്. ഔപചാരികമായ ഒരു ഉദ്ഘാടനമില്ല എങ്കിൽ പോലും നമ്മളൊരു ചെറിയ യോഗം നടത്തുകയാണ്. അത് ഈ യോഗത്തിലേക്ക് നമ്മുടെ മുട്ടം പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മർച്ചൻ്റ് അസോസിയേഷൻ എല്ലാ മെമ്പർമാരും മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, എൻ്റെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന സി ശങ്കർ, പ്രസിഡന്റ് അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള മറ്റംഗങ്ങൾ, നേഴ്സിംഗ് സ്കൂളിലെ തുടങ്ങനാട്ടിലെ മുട്ടത്തിലെ നേഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ, അവരിവിടെ എത്തിച്ച സിസ്റ്റേഴ്സ്, തുടങ്ങനാട്ടിലെ ഇത്രയും കാലഘട്ടത്തിൽ ഇവിടെ ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു മഹായജ്ഞത്തിൽ എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും അവരുടെ സാന്നിധ്യവും മനസ്സിൽ കഴിക്കുന്നു. അതുപോലെ തന്നെ ചോദിച്ചോ. അന്നേരം അദ്ദേഹം പറഞ്ഞു തെളിവുണ്ട്, നിങ്ങൾ എടുത്തോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവര് ഒരു കാരണവശാലും സമ്മതിച്ചില്ല. എങ്കിൽ മൊബൈലിൽ നിങ്ങൾ ഇടുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഇത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യും, നിങ്ങളെ കൊണ്ട് പെനാൽറ്റി അടപ്പിച്ച്, എനിക്ക് പരാതി ഉണ്ടായിരുന്നു ഞാൻ പഞ്ചായത്തിൽ അറിയിക്കും, നിങ്ങളെ കൊണ്ട് പെനാൽറ്റി അടപ്പിച്ചാണ് നിങ്ങളെ വിടുള്ളൂ എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പറയുണ്ടായി. അവരന്നേരമാണ് അവരൊന്ന് ശാന്തയായി അവരത് മനസ്സ് വന്ന് തിരിച്ചു വന്ന് ആ സാധനം എടുത്തുകൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഇതൊരു മാതൃകയാണ്. നമ്മുടെ ജനങ്ങൾ തന്നെ ഇതിന് പ്രതികരിക്കാൻ ഉണ്ടായാൽ, ചോദ്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ നാട് നന്നാകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷമീറിനെ ഞാൻ വളരെയേറെ ഇന്നലെ ഫോണിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തിന് ഇന്നൊരു പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം വരാതെ വന്നത്. ഞാൻ ഫോണിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടേഴ്സോടുകൂടിയുള്ള യുവതികളുടെ സംഭവം കണ്ടാൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിച്ചതേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റും ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചാണ്. അദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ്. അത് നല്ല രീതിയിലുള്ള നമുക്ക് എല്ലാവരും കൂട്ടിയായിരുന്നാൽ കൈകോർത്ത് മുന്നോട്ട് പോയി മാത്രമേ നമ്മുടെ നാടിന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. വരും കാലങ്ങളിൽ നമ്മുടെ നാടിന് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കൈകോർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ മുത്തൻ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളടക്കം എല്ലാവരുടെയും പ്രതിനിധികളോ അടക്കമുള്ള എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തുള്ള പഞ്ചായത്തുകളിലെ രോഗം വന്നതെന്ന് അറിഞ്ഞത് തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുന്നൊരുക്കം നടത്തുകയാണ്. പത്രപ്രവർത്തനങ്ങളുടെ മുൻപറിയ പഞ്ചായത്തുകളുടെ ഒപ്പം തന്നെ അതിനോട് സഹകരിച്ച എല്ലാവർക്കും മുത്തപ്പത്തിന്റെ അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും. നമ്മൾ തന്നെ വീടാണ് മാറേണ്ടത് നാളെയാണ്. നമ്മളെയും നമ്മുടെ കുട്ടികളെയും നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. മിഠായിക്കടലാസ് അടക്കം പഠിച്ചു കഴിഞ്ഞാൽ അത് പൊതുസ്ഥലത്തിടരുതെന്ന് അവരെ പഠിപ്പിച്ചാൽ മാത്രമേ അടുത്ത വർഷമാകുമ്പോൾ ഇത്രയും വലിയൊരു മഹായജ്ഞം നമുക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ റോഡുകളൊക്കെ വൃത്തിയായിരിക്കും. നമുക്ക് വൃത്തികേടാക്കുണ്ടാകാം നമ്മൾ തന്നെ. അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടത് വൃത്തിയാക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളും എല്ലാവരും വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് നിരന്തരം പഠിക്കണം. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ബാങ്ക് ഭാരവാഹികൾ, പങ്കെടുക്കുന്ന മുഴുവൻ ബഹുമാന്യരെ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മഹായജ്ഞം ആവശ്യമായി വന്നതിന്റെ കാരണം നമ്മുടെ ബഹുമാനായ ഭൂമിയോട് അപ്പൊ നമുക്ക് നമ്മുടെ സ്വഭാവം ഒന്ന് മാറണം. സ്വഭാവം മാറുന്നത് എന്താ? നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന നിലയിലേക്ക് നമ്മളൊന്ന് മാറും. ഈ അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും ഒന്ന് വേർതിരിച്ച് അജൈവ മാലിന്യങ്ങളെ, അഴുകാത്ത മാലിന്യങ്ങളെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നതിനും ജൈവ മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനുമുള്ള ഒരു ശ്രമം ഉണ്ടായാൽ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായതുപോലെയുള്ള സംഭവം നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. അതുപോലെ നമ്മുടെ ഹോമിയോ ഡോക്ടർ സാർ സൂചിപ്പിച്ചതുപോലെ ഇന്നല്ല നമ്മൾ മാറേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഇതൊരു ശീലമാക്കി മാറ്റും. ആ ശീലമാക്കി മാറ്റിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും എലിപ്പനി പ്രതിരോധ ഗുളിക ആരോഗ്യവകുപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ആഹാരം കഴിച്ച എല്ലാവരും എലിപ്പനി പ്രതിരോധ ഗുളിക കഴിച്ചിട്ട് വേണം നമ്മുടെ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ. അപ്പോൾ ശുചീകരണ യജ്ഞം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം ആരോഗ്യവകുപ്പിന്റെ പേരിൽ അറിയിച്ചുകൊണ്ട്
മുട്ടം ഗ്രാമപഞ്ചായത്തും മുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പൊതുജനങ്ങൾക്കായി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം ശ്രദ്ധിക്കുക. ഇടുക്കി ജില്ലയിൽ പൊതുവെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളിലും ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വ്യാപനം തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകമായി പാലിക്കേണ്ടതാണ്. വീടിന്റെ അകത്തും പുറത്തും കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കും. പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ തുടങ്ങിയവ വെള്ളം കെട്ടി നിൽക്കുവാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും വെള്ളം കയറാതെ നിലയിൽ സൂക്ഷിക്കേണ്ടതാണ്. റബ്ബർ ടാപ്പിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ചിരട്ടകൾ വെള്ളം കയറാതെ രീതിയിൽ കമിഴ്ത്തി വെക്കുക. ഫ്രിഡ്ജിന്റെ ഡ്രൈ, അലങ്കാര ചെടികൾ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ, ഉപയോഗമില്ലാതെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഫിഷ് ടാങ്കുകൾ എന്നിവയിൽ കൊതുകിന്റെ ഉറവിടം ഇല്ല എന്ന് 3 ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കുടിവെള്ളവും മറ്റും ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ 3 ദിവസത്തിൽ ഒരിക്കൽ കഴുകി വൃത്തിയാക്കി കൊതുക് കടക്കാത്ത വിധം അടച്ച് സൂക്ഷിക്കുക. പനി പിടിപെട്ടാൽ ഒരിക്കലും സ്വയം ചികിത്സ നടത്തരുത്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൃത്യമായും എലിപ്പനി പ്രതിരോധ ഗുളികകൾ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം ക്ഷീര കർഷകർ, മണ്ണിൽ ചെളിയിൽ പണിയെടുക്കുന്നവർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരും എലിപ്പനി പ്രതിരോധ ഗുളികകൾ കഴിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മെയ് 23-ാം തീയതി നാളെ വ്യാഴാഴ്ച മുഴുവൻ വാർഡുകളിലും മുഴുവൻ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ, ഹരിതകർമ്മ സേന, തൊഴിലുറപ്പ് പ്രവർത്തകർ, വിവിധ വകുപ്പുകൾ, സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, മുട്ടം മർച്ചന്റ് അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, വിവിധ തുറകളിൽപ്പെട്ടവർ നേതൃത്വം നൽകുന്ന ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കുക. മുഴുവൻ ആളുകളോടും മുട്ടം പഞ്ചായത്തിന് വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും വെള്ളിയാഴ്ചയും, സ്ഥാപനങ്ങളിൽ ശനിയാഴ്ചകളിലും, വീടുകളിലും ഞായറാഴ്ചകളും ഡ്രൈ ഡേ നിശ്ചയമായും ആചരിക്കേണ്ടതാണ്. വീടിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും അകവും പരിസരങ്ങളിലും കൊതുക് വളരുന്നതിനുള്ള സാഹചര്യമില്ല എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തുക. ജീവിതത്തിൽ റേറ്റേക്കുകളില്ല. തിളപ്പച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വ്യക്തി ശുചിത്വം, ആഹാര ശുചിത്വം എന്നിവ പാലിക്കുക. രോഗം വരാതെ സൂക്ഷിക്കുക. പ്രത്യേകമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പകർച്ചവ്യാധി പകരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് പഞ്ചായത്ത് നിയമപ്രകാരവും പൊതുജനാരോഗ്യ നിയമപ്രകാരവും ശിക്ഷാർഹമായ കുറ്റമാണ്. നമ്മൾ ഒരു കാരണവശാലും കൊതുക് കെട്ടി നിൽക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് ശുചിത്വപൂർണമായ ഒരു ഏടുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കൊതുക് വളരുവാനുള്ള സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മുട്ടം ഗ്രാമപഞ്ചായത്തും മുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പൊതുജനങ്ങൾക്കായി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം ശ്രദ്ധിക്കുക. ഇടുക്കി ജില്ലയിൽ പൊതുവെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളിലും ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വ്യാപനം തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകമായി പാലിക്കേണ്ടതാണ്. വീടിന്റെ അകത്തും പുറത്തും കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ തുടങ്ങിയവ വെള്ളം കെട്ടി നിൽക്കുവാൻ സാധ്യതയുള്ള
എല്ലാ വസ്തുക്കളും വെള്ളം കയറാതെ നിലയിൽ സൂക്ഷിക്കേണ്ടതാണ്. റബ്ബർ ടാപ്പിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ചിരട്ടകൾ വെള്ളം കയറാതെ രീതിയിൽ കമിഴ്ത്തി വെക്കുക. ഫ്രിഡ്ജിന്റെ ട്രേ, അലങ്കാര ചെടികൾ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ, ഉപയോഗമില്ലാതെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഫിഷ് ടാങ്കുകൾ എന്നിവയിൽ കൊതുകിന്റെ ഉറവിടം ഇല്ല എന്ന് 3 ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കുടിവെള്ളവും മറ്റും ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ 3 ദിവസത്തിൽ ഒരിക്കൽ കഴുകി വൃത്തിയാക്കി കൊതുക് കടക്കാത്ത വിധം അടച്ച് സൂക്ഷിക്കുക. പനി പിടിപെട്ടാൽ ഒരിക്കലും സ്വയം ചികിത്സ നടത്തരുത്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൃത്യമായും എലിപ്പനി പ്രതിരോധ ഗുളികകൾ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം ക്ഷീര കർഷകർ, മണ്ണിൽ ചെളിയിൽ പണിയെടുക്കുന്നവർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരും എലിപ്പനി പ്രതിരോധ ഗുളികകൾ കഴിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മെയ് 23-ാം തീയതി, നാളെ വ്യാഴാഴ്ച, മുഴുവൻ വാർഡുകളിലും മുഴുവൻ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ, ഹരിതകർമ്മ സേന, തൊഴിലുറപ്പ് പ്രവർത്തകർ, വിവിധ വകുപ്പുകൾ, സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, മുട്ടം മർച്ചന്റ് അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, വിവിധ തുറകളിൽപ്പെട്ടവർ നേതൃത്വം നൽകുന്ന ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കുക. മുഴുവൻ ആളുകളോടും മുട്ടം പഞ്ചായത്തിന് വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും വെള്ളിയാഴ്ചയും, സ്ഥാപനങ്ങളിൽ ശനിയാഴ്ചകളിലും, വീടുകളിലും ഞായറാഴ്ചകളും ഡ്രൈ ഡേ നിശ്ചയമായും ആചരിക്കേണ്ടതാണ്. വീടിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും അകവും പരിസരങ്ങളിലും കൊതുക് വളരുന്നതിനുള്ള സാഹചര്യമില്ല എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തുക. ജീവിതത്തിൽ റേറ്റേക്കുകളില്ല. തിളപ്പച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വ്യക്തി ശുചിത്വം, ആഹാര ശുചിത്വം എന്നിവ പാലിക്കുക. രോഗം വരാതെ സൂക്ഷിക്കുക. പ്രത്യേകമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പകർച്ചവ്യാധി പകരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് പഞ്ചായത്ത് നിയമപ്രകാരവും പൊതുജനാരോഗ്യ നിയമപ്രകാരവും ശിക്ഷാർഹമായ കുറ്റമാണ്. നമ്മൾ ഒരു കാരണവശാലും കൊതുക് കിട്ടി നിൽക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് ശുചിത്വപൂർണമായ ഒരു ഏടുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കൊതുക് വളരുവാനുള്ള സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക.